ബ്രെയിനില് മൾട്ടിപ്പിൾ ക്ലോറോസിസ് എന്നൊരു അസുഖമുണ്ട് എനിക്ക്. ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ. ഇത് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ഓരോ സെൽസും കില്ല് ചെയ്തത്. അപ്പൊ അതിന് ഇതെങ്ങനെയാണ്? ഒരു 10 years ബാക്ക് എന്റെ ടോക്കിംഗ് സ്റ്റെബിലിറ്റി ആ സെല്ല് പോയതാണ്. പിന്നെ ഐ കോണ്ടാക്ടിന്റെ സെല്ല് പോയതാണ്. മൈ ഹാഫ് സൈഡ് ഓൾമോസ്റ്റ് പാരലൈസ്ഡ്. ഈ ലോകത്തെ ഏറ്റവും പോയിസൺ എന്താന്ന് വെച്ചാൽ മനുഷ്യനാണെന്ന് പറയുന്നത്. മനുഷ്യരോട് അത്ര വിരോധം തോന്നാനുള്ള കാര്യം? മനുഷ്യനാണ് ബ്രദർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷം. കാരണം മനുഷ്യനല്ലേ ബ്രദർ യുദ്ധം ഉണ്ടാക്കുന്നത്. മനുഷ്യനല്ലേ സ്വർഗതുല്യമായ ഭൂമിയെ നമ്മെ നശിപ്പിക്കുന്നത്. പിന്നെ മനുഷ്യനോട് ദേഷ്യം തോന്നണമെന്ന് എന്നെ മനുഷ്യനായിട്ട് കാണുന്നുണ്ടാ. ഞാൻ മനുഷ്യരൂപമുള്ളൊരു മൃഗമാണ്, മനസ്സിലായില്ലേ? ഞാനിപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യരായിട്ട് ഇടപെടാറില്ല. മൃഗങ്ങളായിട്ടാണ് അധികം ഇടപെടാറ്. എവിടെ ചെന്നാലും എന്നെ കാണാനും എന്റെ ഒപ്പം ഇരിക്കാനും എന്റെ ഒപ്പം സംസാരിക്കാനും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മലയാളികളെ ഏറ്റവും ആത്മഹത്യ യോഗ്യനായി നിൽക്കുന്ന ഞാനാണ്. ഞാൻ നഷ്ടങ്ങളുടെ ഒരു കലവറയാണ്. എല്ലാം ഞാൻ സ്നേഹിച്ച എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട്. ആദ്യം എന്റെ വീടാണ് നഷ്ടപ്പെട്ടത്. ചെറുപ്പം തൊട്ട് അപ്പനമ്മയും കൂടി കഷ്ടപ്പെട്ട് വെച്ച വീടാണ്. അതെങ്ങനെ നഷ്ടപ്പെട്ടു? അതെന്റെ ആക്സിഡന്റ് കഴിഞ്ഞപ്പോ ഗവൺമെന്റ് തൂഫാൻ എന്ന് പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ് ഹണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എന്താണ് അതിനെ പറ്റി? അതിനെ കുറിച്ച് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ ബ്രദർ. കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചിട്ട് നമ്മളെ പിള്ളേരെ എല്ലാരെയും അടിമകളാക്കി. അടിപ്പോ ഈ തൂഫാൻ പറഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് ഇവരെയൊക്കെ പിടിച്ച് സൈക്കോളാക്കണോ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ അന്നേരം? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഞാനൊരു ഗവൺമെന്റിനല്ല കുറ്റം പറഞ്ഞത്. ഒരു ഗവൺമെന്റിനല്ല. അവര് 10 കൊല്ലം ഭരിക്കുന്ന ടൈമിലാണ് ഈ പൊടി സുലഭമായി തുടങ്ങിയത്, അല്ലേ? 10 കൊല്ലത്തിനിടയ്ക്കാണ് പൊടി. പിന്നെ പൊടി എനിക്കറിയില്ല. കൊറോണ പൊടി സുലഭമായി. പൊടി എല്ലായിടത്തും സുലഭമായി. അത് ഗവൺമെന്റ് ആണോ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ അതിന്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലേ ബ്രദർ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നല്ല. അവര് ഭരിക്കുന്ന ടൈമിനായിരുന്നില്ലേ? അതുകൊണ്ടാ വന്ന 10 കൊല്ലം ഭരിച്ചിട്ട് നമ്മളെ പിള്ളേരെയൊക്കെ അടിമകളാക്കി. എന്നിട്ട് ഇപ്പൊ തൂഫാൻ വന്നിട്ട് അവരെയൊക്കെ പിടിച്ച് സൈക്കോളാക്കണം. ബ്രദർ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബ്രദർ. അവരെയൊക്കെ കറക്റ്റ് ഇതിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്താളം തന്നെ തെറ്റിപ്പോവും, മനസ്സിലായില്ലേ? പിന്നെന്താ ചെയ്യാൻ പറ്റുക? തൂഫാന് പകരം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡ്രഗുകളൊക്കെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ബ്രദർ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി നശിച്ചു പോയെന്ന് തന്നെയാണോ പറയുന്നത്? നശിച്ചു പോയെന്നല്ലേ ബ്രദർ. ഈ നശിപ്പിക്കുന്ന ആരാണ് ബ്രദർ? മനുഷ്യൻ തന്നെയാണ് ബ്രദർ. പ്രകൃതി അല്ല ബ്രദർ, മനുഷ്യൻ തന്നെയാണ് ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഈ ലോകത്തെ ഏറ്റവും പോയിസൺ എന്താന്ന് വെച്ചാൽ മനുഷ്യനാണെന്ന് പറയുള്ളൂ. മനുഷ്യരോട് അത്ര വിരോധം തോന്നാനുള്ള കാര്യം? മനുഷ്യനാണ് ബ്രദർ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷം. കാരണം മനുഷ്യനല്ലേ ബ്രദർ യുദ്ധം ഉണ്ടാക്കുന്നത്. മനുഷ്യനല്ലേ സ്വർഗതുല്യമായ ഭൂമിയെ നമ്മെ നശിപ്പിക്കുന്നത്. പിന്നെ മനുഷ്യനോട് ദേഷ്യം തോന്നണമെന്ന് എന്നെ മനുഷ്യനായിട്ട് കാണുന്നുണ്ടാ. ഞാൻ മനുഷ്യരൂപമുള്ളൊരു മൃഗമാണ്, മനസ്സിലായില്ലേ? ഞാനിപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യരായിട്ട് ഇടപെടാറില്ല. മൃഗങ്ങളായിട്ടാണ് അധികം ഇടപെടുന്നത്. എവിടെ ചെന്നാലും എന്നെ കാണാനും എന്റെ ഒപ്പം ഇരിക്കാനും എന്റെ ഒപ്പം സംസാരിക്കാനും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ചേട്ടൻ്റെ രാവിലെ ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് എങ്ങനെയാ? രാവിലെ എപ്പോൾ എഴുന്നേറ്റ് എപ്പോഴായിരിക്കും? കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞേ. പോക മേളം. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാത്രി 9 മണിക്കൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ പൈപ്പിൻ ചോട്ടി പോയി വെള്ളമൊക്കെ എടുത്ത് നോക്കും. അണ്ട് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പനമ്മ ഉറങ്ങണായിരിക്കും. പണ്ട് അപ്പനമ്മക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെക്കും. ഞാൻ ചായയൊക്കെ റെഡി വെച്ചിട്ട് ഞാൻ കഞ്ഞിക്കിടും. അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ കഞ്ഞിക്കിടും. കഞ്ഞിക്കിട്ടിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചിട്ട് വരും. അണ്ട് മീൻ വെട്ടി ക്ലീൻ ചെയ്തിട്ട് കറി വെക്കും. ഞാൻ തന്നെ കറി വെക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കും. പിന്നെ അലക്കാനുള്ള ഉടുപ്പുകളൊക്കെ എടുത്ത് അലക്കിയിടും. അമ്മ ഇപ്പം എഴുന്നേൽക്കുമ്പോ ബെഡ് കോഫി ആയിട്ട് ഞാൻ ചെല്ലും. ഭാഗ്യം എന്റെ അപ്പനമ്മക്ക് കേൾക്കാത്ത. അപ്പനമ്മക്കാണ് ചട്ടിക്കടിച്ചിട്ട് കേൾക്കുമ്പോ തന്നെ അറിയില്ല പോയി തള്ളണത്.
അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ആ ഞാൻ തന്നെ ചിന്തിക്കുന്നത് ഞാനിത് എങ്ങടാ പോയത്. ചേട്ടന് സ്വപ്നങ്ങളാണ്. വീട്ടിലെല്ലാ ജോലി ചെയ്യണ അപ്പനും അമ്മയും കൂടിയാണ്. ഞങ്ങൾ ചെയ്യുന്ന ജോലി അവർ വെക്കുന്ന സാധനങ്ങൾ തിന്നു തീർക്കും. ഇത് തന്നെ. വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയാ? വീട്ടിലെ ചെലവൊക്കെ അപ്പന് പണിയുണ്ടെങ്കിൽ അപ്പൻ നോക്കും, അമ്മയുടെ പൈസ ഉണ്ടെങ്കിൽ അമ്മ നോക്കും, അനിയന്റെ പൈസ ഉണ്ടെങ്കിൽ അനിയൻ നോക്കും. അനിയനാണ് ഇപ്പൊ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കിപ്പോ റെഗുലർ ജോബ് ഒന്നും ഇല്ല. ഇപ്പൊ എന്താണ് ജോലി? എന്താ ജോലി? ഇപ്പൊ മറ്റേ വല നീട്ടാൻ പോവും ബീച്ച് റോഡിൽ തന്നെ. മറ്റേ പൊന്തിലാണ് പോണ. അപ്പൊ ഇപ്പൊ ഒരു മാസം തൊട്ട് കടലിളകി കിടക്കണം. പൊന്തൊന്നും ഉറക്കാൻ പറ്റണ. പൊന്തിറക്കിട്ട് കല്ലിലേക്കൊക്കെ അടിച്ചു കയറ്റണം. അപ്പൊ കടലൊന്ന് ശാന്തമായാലും നമുക്ക് പണി തുടങ്ങുള്ളൂ. എത്ര രൂപ ജോലി കിട്ടും ഒരു ദിവസം പോയി കഴിഞ്ഞാല്? അത് കടലമ്മ തന്നെ പോലിരിക്കും. എന്നാലും ഒരു ഏകദേശം അത് കടലമ്മ തന്നെ പോലിരിക്കും. അവിടെ ഏകദേശം ഒന്നുമില്ല. ചിലപ്പോ വാരിക്കോരി തരും, ചിലപ്പോ പോക്കറ്റ് കീറി ഇടും. അങ്ങനെ കടലമ്മ തന്നെ പോലെ. ചേട്ടൻ 11ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോ ആരാണ് അത്രയും പ്രായമുള്ളത്? അതായത് 11 വയസ്സെന്ന് പറയുമ്പോൾ 4ലോ 5ലോ 6ലോ പഠിക്കാനുള്ള ഏജാണ്, പ്രായമാണ്. ആരാണ് ആദ്യമായിട്ട് തരുന്നത് ഉപയോഗിക്കാൻ? ആരും തന്നേലൊന്നുമല്ല, ഞാൻ തന്നെ കണ്ടെടുത്ത് വലിക്കാൻ. എവിടുന്ന്? ആ ടോക്ക് വിട്ടേക്ക് ബ്രദർ. ആ ടോക്കിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ആ ടോക്ക് വീണ്ടും വീണ്ടും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ വരുത്തി തീർക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്തിനാണെന്ന് എന്തിനാണ് എങ്കിൽ പിന്നെ ബോമാളിനെ കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചില്ലെന്ന്. ബോമാളിലേക്ക് എവിടെ നിന്നാണ് ആദ്യം കഞ്ചാവ് കിട്ടിയത്? പരമശിവന് എവിടെ നിന്നാണ് കഞ്ചാവ് ആദ്യം കിട്ടിയത്? ഇന്ത്യയിൽ കഞ്ചാവ് എങ്ങനെ വന്നു? അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും. അപ്പൊ ആ ക്ലാസ് ചെയ്യാൻ തരാം. ഇത് വെറുതെ നിങ്ങ എന്താണ് എന്നെ തൂഫാൻ ഒരു ഭാഗമൊക്കെ മാറ്റാൻ നോക്കണു? അല്ലല്ല, ഞാൻ ചോദിച്ചതാണ്. ചോദിച്ചാണ് നല്ല ചോദ്യങ്ങൾ. 5 പഠിക്കല്ലേ? 5 പഠിക്കുന്ന പറയുമ്പോ എത്ര ഉണ്ടാവും? ഞാൻ എന്നെ ഒരു കൊല്ലം നേരത്തെ ചേർത്ത. ഞാൻ 14ാമത്തെ വയസ്സാവണതിന് മുമ്പേ 10ഒക്കെ തീർന്ന്. ആമ ഫക്കിംഗ് ബ്രില്യൻ മണ്ടനാണ്. വെറും മണ്ടൻ. ഈ അതിനുശേഷം ഡെയിലി ഉപയോഗിക്കുമായിരുന്നോ? ആദ്യത്തെ തവണ വലിച്ചതിന് ശേഷം? എന്ത് ദൈവം, ഇതെന്താണ് സ്മോക്കിംഗ് ക്ലാസ്? അല്ല, ഞാൻ ചോദിക്കാണ്. നിങ്ങൾ ചോദിക്കല്ലോ, നിങ്ങൊരു കഞ്ചാവ് റൂം ബോർഡൊക്കെ വെച്ചിട്ട് കഞ്ചാ ക്വസ്റ്റ്യൻസ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം, അടിപൊളിയായിട്ട് ഞാൻ ഏറ്റവും സെറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മുടെ സമൂഹത്തില് അതിനുള്ള അവസരം ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ സമൂഹത്തിൽ വന്നാൽ വീണ്ടും വീണ്ടും ഞാൻ തന്നെ എന്റെ കുഴി ഞാൻ തന്നെ കുഴിക്കണ പോലെ ഇപ്പോ. എന്തിനാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്? അല്ല, ഇത് ഏത് പ്രായത്തിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇത് എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ഇതിനുള്ള പൈസയൊക്കെ ആര് തന്നു? എങ്ങനെ അതിന് പൈസ? ഞാൻ ഇതുവരെ എന്റെ സഹോദര ഞാൻ ഇതുവരെ കഞ്ചാവ് പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഇതുവരെ മേടിച്ചിട്ടില്ല? ഇല്ല. ഇന്നിപ്പോ ഈ നിമിഷം വരെ മേടിച്ചിട്ടില്ല? ഇല്ല. എന്തിനാണ് മേടിക്കണം? ഭൂമിയിൽ വിത്ത് വീണ് പറഞ്ഞാലേ നമുക്ക് കിട്ടുമെന്ന്. അപ്പൊ കൃഷിയുണ്ടോ? എന്തിന് കൃഷി നടത്തണമെന്ന്? കൃഷി നടത്താൻ ഞാനിവിടെ ഇരിക്കുമെന്ന്. ഞാനിവിടെ ഇരിക്കും ഇപ്പൊ കൃഷി നടത്തുകയാണെങ്കിൽ. ഞാനിപ്പോ പല സെൻട്രൽ ജയിലിൽ കിട്ടുന്നത്. ഒരു ചെടി പിടിച്ചാൽ തന്നെ 6 മാസം കിട്ടണം. കൃഷി നടത്തിയിട്ട് ഞാനിവിടെ ഇരിക്കുമെന്ന്. കൃഷി ഉണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ തോട്ടത്തിലുണ്ടാവും, അല്ലെങ്കിൽ ജയിലിലുണ്ടാവും. തോട്ടത്തിൽ സമാധിയായിട്ടുണ്ടാവും. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോ എനിക്ക് യു വാസ് എ പാർട്ട് ഓഫ് തൂഫാൻ. ഞാനോ? അല്ല, ഒരിക്കലും അല്ല. എനിക്ക് കിട്ടിയ കപ്പല്ല. എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പോയി ഇന്റർവ്യൂവിൽ സംസാരിച്ച് കിട്ടിയ കപ്പുകളാണ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ റിമാൻഡ് ചെയ്ത് എന്തിനാണ്? ഇന്റർവ്യൂവിനല്ല, ലൈവ് വീഡിയോ ഇട്ടതിനല്ലേ ഞാൻ റിമാൻഡ് ആയത്. ദൈവമോ, വീട് നിറച്ച് എക്സൈസ് ആരാണ്. വീട് ഫുള്ള് സെർച്ച് ചെയ്തിട്ടാണ് പോയത്. സെർച്ച് ചെയ്തിട്ട് അവർക്ക് ഒരു കഷ്ണം പോലും കിട്ടിയില്ല. ഞാൻ തന്നെ എന്റെ പോക്കറ്റ് എനിക്ക് സങ്കടം തോന്നിട്ട് ഞാൻ തന്നെ എടുത്ത് കുത്തണമായിരിക്കും. വീട് മൊത്തം സെർച്ച് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാൻ ഒരു ചെറിയ കഷ്ണം പോലും കിട്ടിയില്ല. ഒരു കുരു പോലും കിട്ടിയില്ല. കാരണം കുരിയൊക്കെ ഞാൻ തന്നെ തിന്നു. കുരു എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആണ് കഞ്ചാവിന്റെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് താൻ പോയിട്ട് കഞ്ചാവ് എന്താണെന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചിട്ടോ. മനസ്സിലായില്ലേ? വിശുദ്ധമായിട്ട് കഞ്ചാവ് എന്താന്ന് പഠിച്ചിട്ടോ എന്നിട്ട് അതിനെ കുറിച്ച് എന്നോട് ചോദിക്കാൻ നീ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ തനിക്കൊന്നും കേറൂല. കാരണം തനിക്ക് അതെന്താണെന്ന് അറിയില്ല. തനിക്ക് ഈ മനുഷ്യനുണ്ടാക്കിയ സിഗരറ്റിനെ കുറിച്ചൊക്കെ മാത്രമേ അറിയുള്ളൂ. താനപ്പൊ ആദ്യം പോയിട്ട് ഇതെന്താന്ന് ഈ ദിവ്യനോ റസ്താഫാരൻസ് ഈ ചെടിയിൽ എന്തെന്നാ പറഞ്ഞറിയോ? വീട് കഞ്ചാ എന്നൊന്നുമല്ല, കാനിവസ് ഒന്നൊന്നുമല്ല. അവര് പറഞ്ഞ ഹോളി പ്ലാന്റ് എന്നാ പറഞ്ഞ. അതത് വലിക്കുന്നവര് പറയുന്നല്ലേ ഉള്ളൂ. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലേ ആദ്യം ഈ ചെടി എന്താണെന്ന് അറിയണം. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരു തവണയെങ്കിലും കഞ്ചാവ് വലിക്കണം എന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറയാനുള്ള.
അത് ആ ടോക്ക് വിട്ടേക്കുന്നത് എന്തിനാണ് ഇവിടെ? അതിന് വേറെ എന്തെങ്കിലും ചോദിക്കുന്നു. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടനാരാണ്? എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാരെയും ഭയങ്കര ഇഷ്ടം. മമ്മൂക്കനെയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ ചാൻസ് അതെന്റെ തലവര വരച്ചേക്കണത് ശരിയല്ല. തലവര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഒഴിയല്ലേ ചേട്ടാ? അതെങ്ങനെയാ? ഒഴിയടല്ല, എന്റെ അവസരങ്ങൾ വരും. എന്റെ അവസരങ്ങൾ വരും. നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അതിനുവേണ്ടി കുറച്ച് മെനക്കെടിയും കൂടിയൊക്കെ വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ചേട്ടന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ട് ചോദിക്കുകയാണ്. എന്ത് തോന്നലാണ് എനിക്ക് ഉണ്ടായത്? ഒരവസരങ്ങൾക്ക് വേണ്ടി അങ്ങനെ മെനക്കെടുന്നില്ല. ചില്ല് ചെയ്യാണ് ചേട്ടൻ, ചില്ല് ചെയ്യുന്നു. ആളുകളെ കാണുക, അന്വേഷിക്കുക, തിരക്കി പോവുക, അവരെ കോണ്ടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ. ഒരുപാട് നന്ദിയാണ് എല്ലാരും. ഒരിക്കലും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ജീവിതത്തിൽ മൊത്തം നടന്നാണ്. മനസ്സിലായില്ലേ? മൊത്തം നടന്നാണ്. പിന്നെ എപ്പോഴാണ് നടത്തം നിർത്തിയത്? നടത്തം നിർത്തിയെന്ന് പറഞ്ഞാൽ എല്ലാരും ഒരു കിളി പോയവനെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ കളിയാക്കിയും നേരെ നിൽക്കുമ്പോ നല്ലത് പറയും, പണ്ട് മാറി നിൽക്കുമ്പോ എന്നെ കുറിച്ച് കുറ്റവും കളിയാക്കലും. മനസ്സിലായില്ലേ? അതിന്റെ എല്ലാരുടെയും വർത്താനം എന്താണ്? ഈ ചെടിയിലാണ് അവസാനം ചെന്ന് ചെല്ലണത്. ചേട്ടൻ ഇപ്പൊ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് ചേട്ടനുണ്ടായിരുന്ന റിലേഷൻസും ബന്ധങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പോകാനുള്ള ഒരു റീസൺ ഇത് തന്നെയാണ്. ഇനി കസേരക്ക് അടിക്കോട്ടെ. ഈ കസേരക്ക് നല്ല കസേരയാണ്, അടിക്കാൻ പറ്റിയ കസേരയാണ്. ഒറ്റടിക്ക് നോക്കാം. ഇപ്പൊ അത് പറഞ്ഞല്ലോ എല്ലാരും നിക്കുന്നത് ഈ ചെടിയിലേക്കാണ്. അടിക്കാല്ലേ? നീ ആ ചെടിനെ കുറിച്ച് വിട്ടേക്കരുത്. വേറെ ചെടി എന്തോ ഇരിക്കണം. ഈ ചെടിനെ കുറിച്ചൊക്കെ ചോദിക്കും. മണി പ്ലാന്റ്, മണികൾ വരുന്ന പ്ലാന്റ്. എന്തിട്ടാവണ്ടി വരുന്നത്? എന്തിട്ടാവാണ്? തൂഫാന്റെ ഭാഗം കൊണ്ട് ഇവരൊക്കെ നീയൊക്കെ തന്നെ ലാസ്റ്റ് വെട്ടിലാവട്ടെ. ഇപ്പൊ ഇപ്പം കുറെ നാളായില്ലേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട്? എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കാതിരുന്നത്? ആൾക്കാർ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു? കോണ്ടാക്ട് ചെയ്യണ്ടായി. പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ ബ്രദർ. ആർക്കും കോണ്ടാക്ട് ചെയ്യണമെങ്കിലൊക്കെ തന്നെ. ഈ ടാറ്റു ഒക്കെ എപ്പോഴാണ് ചെയ്തത്? ഇതില് ജോലിക്ക് ശേഷം ചെയ്താണോ? ജോലിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചെയ്താണോ? അതൊക്കെ എപ്പോഴാ ചെയ്തെന്ന് ചോദിക്കരുത്. അതൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇനിയും ചിലപ്പോ അടുത്ത പ്രാവശ്യം കാണുമ്പോ ഇതായിരിക്കൂലേ, കുറെ ഉണ്ടാവും. ഇതെന്താ ഇവിടെ രണ്ടിടത്തായിട്ട് എന്ത് ചെയ്തേക്കണേ? അത് പച്ചമമ്മ എന്ന് പറയും. പച്ചമമ്മയുടെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ആമസോൺ കാട്ടിലെ ആദിവാസികൾ ഭൂമിനെ വിളിച്ച പേരാണ്. പച്ച എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം, മമ്മ എന്ന് പറഞ്ഞാൽ അമ്മ, ഭൂമി എന്നമ്മ. I belongs to her, that's why she is my life, you know. ഇപ്പം എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ? വർക്കൗട്ട് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ എത്ര തവണ വർക്കൗട്ട് ചെയ്യും? ഞാൻ മുമ്പ് എല്ലാ ദിവസവും ചെയ്തിരുന്ന റെഗുലർലി. എവിടെയാ ചെയ്യണേ? മറ്റേ ഫോർട്ട് കൊച്ചി പാർക്കിന്റെ ഉള്ളിൽ. ഞാൻ ജിമ്മിലൊന്നും പോകല. അല്ലാതെ എക്സസൈസ് ചെയ്യാം? ഗ്രൗണ്ട് എക്സസൈസ് ഞാൻ അടിപൊളിയായിട്ട് ഗ്രൗണ്ട് ചെയ്യും. ഇപ്പൊ ചെയ്യാറില്ല? ഇപ്പോഴും ചെയ്യാറുണ്ട്. ഞാനതാ പറഞ്ഞ എന്നെ കഞ്ചാവ് വലിച്ച് ആപ്പ് ഇല്ലാണ്ട് നടക്കണമെന്ന് ഡാക്കന്മാരോടൊക്കെ, നിങ്ങൾ എന്റെ ഒപ്പം വന്നിട്ട് ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്ത് ഡാക്കന്മാർ, എന്നിട്ട് നിങ്ങൾ പറ ആപ്പ് ഉണ്ടായില്ലേന്ന്. ഒരു 5 മിനിറ്റ് എന്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ചേട്ടൻ്റെ ലൈഫിന്റെ ഒരു ഫിലോസഫി എന്താണ്? ആളുകളോട് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണ് ലൈഫിനെ പറ്റി പറഞ്ഞിട്ട്? സിഗരറ്റ് വലിക്കാന്നുണ്ടാ ഒരു നാറിക്കും മനസ്സിലാവില്ല. പിന്നെ മേടിച്ച് മോന്തൻ. സിഗരറ്റ് വലിക്കാറില്ല? ഞാൻ വലിക്കാറില്ല. എന്തിനാ വലിക്കണം? ക്യാൻസർ എന്തിനാണ്? അല്ലാണ്ട് തന്നെ ഒരുപാട് ബ്ലെസ്സിങ്സ് ബ്രെയിനിലും എല്ലായിടത്തുമായിട്ടൊക്കെ ഉണ്ട്. ഇനി സിഗരറ്റും കൂടി വലിച്ചിട്ട് ക്യാൻസറും കൂടി വലിച്ചു വെക്കണം അല്ലേ? സിഗരറ്റ് വലിച്ചാൽ കുഴപ്പമില്ലല്ലോ, സിഗരറ്റ് ലീഗലല്ലേ അല്ലേ? അല്ല, അപ്പൊ അതിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യം. fucking shit brother, cigarette is a fucking shit. You know, only causes cancer. ക്യാൻസർ മാത്രമേ വരുള്ളൂ, എന്നിട്ട് അത് ലീഗലി. ഈ മദ്യവും സിഗരറ്റും ലീഗലാക്കി ഈ ജോയിന്റ് കഞ്ചാവ് ഇല്ലീഗലാക്കിയതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞിട്ട് തിരിഞ്ഞും മറിഞ്ഞും വന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഈ ചെടിയിലേക്ക് തന്നെ പോകണം. അല്ല, ചേട്ടൻ ഇതിപ്പോ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഈ ചോദ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്ന മറന്നുപോയി. അതെന്ന് പറഞ്ഞാ അത് ബിസിനസ് പീപ്പിളുടെ ടെക്നിക്കാണ്ടോ. ഞാൻ അത്രേ പറയുള്ളൂ. ബിസിനസ് പീപ്പിളുടെ ഫക്കിംഗ് ടെക്നിക്കാണ്. മനസ്സിലായില്ലേ? എങ്ങനെ? അല്ലെങ്കിൽ 1985 വരെ ഈ ചെടി ഇന്ത്യയിൽ ലീഗലായിരുന്നു. അന്നും സയൻസ് ഉണ്ടായി, ഇന്നും സയൻസ് ഉണ്ട്. യു ബിലീവ് ഇൻ സയൻസിനോ? നിനക്ക് സയൻസ് കാണിച്ചു തന്നോളും ജീവിതം എന്താണ്. സയൻസ് തന്നെ ലാസ്റ്റ് എന്നോട് പറയും നീ ഒരു തോന്നലായിരുന്നു. നീ അപ്പൊ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ അലിഞ്ഞിങ്ങനെ. സയൻസ് ശരിയല്ല, സയൻസ് പറയുന്നത് തെറ്റാണെന്നാണോ പറയുന്നത്? സയൻസ് ഇന്ന് പറയുന്നത് നാളെ അത് തന്നെ മാറ്റി പറഞ്ഞു. പിന്നെ എന്താണ് സയൻസ്? ഞാൻ എന്താ വിശ്വസിക്കണ്ട?
ചേട്ടൻ അസുഖം വന്ന് കിടക്കുന്ന സമയത്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതും സയൻസ് തന്നെയല്ലേ വന്നത്? അപ്പൊ അത് സയൻസിന്റെ ഹെൽപ്പില്ലേ ചെയ്തത്? ഞാൻ നിർത്തിയല്ല മരുന്ന്. കാരണം അസുഖം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ട അസുഖം ആവശ്യമില്ല. മാറിയിട്ടൊന്നുമല്ല. അന്ന് ഒരു സൈഡ് തളർന്നു തളർന്നുപോയി. ഞാൻ വീട്ടിൽ കിടന്നിട്ടിരിക്കുമ്പോ തന്നെ മരുന്ന് നിർത്തി. കാരണം മരുന്ന് മേടിക്കാനുള്ള എന്റെ കപ്പലിലെ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോ വീട്ടിലെ അവസ്ഥയൊക്കെ മോശം. അനിയനൊക്കെ ആ ടൈമിന് പഠിക്കലാണ്, ചെറിയ ചെറിയ ജോലിയൊക്കെ അവൻ ചെയ്യണത്. വീട്ടില് മരുന്ന് മേടിക്കാനുള്ള അവസ്ഥയൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്തിനാണ് കൊണ്ടാല് ഇല്ലാത്ത കടമൊക്കെ മേടിച്ചിട്ട് മരുന്ന് മേടിക്കാനുള്ള അവസ്ഥ ഇല്ലാതെ ശരിയാവും, മനസ്സിലാവും. ഞാൻ പറഞ്ഞത് മരുന്ന് കഴിച്ചിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത്? ആ സമയത്ത് വീട്ടുകാരും ഉണ്ടായതുകൊണ്ടു. കാരണം എന്റെ ഹാഫ് സൈഡ് ഓൾമോസ്റ്റ് പോയി, മനസ്സിലായില്ലേ? ഓൾമോസ്റ്റ് എന്റെ ഹാഫ് സൈഡ് പോയി. ഞാൻ വീണ് പോയി. എന്താണെന്നറിയില്ലല്ലോടാ ഇത്. വീട്ടിലെല്ലാരും വന്ന് കംപ്ലൈന്റ് ചെയ്യണം ഞാൻ കുടിച്ച് ഡോസായിട്ട് എല്ലാ ദിവസവും വന്നെന്ന്. കാരണം എനിക്ക് എന്റെ റിലേ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രെയിൻ ഓരോ സ്ഥലത്ത് വീണുകൊണ്ടിരിക്കുന്ന. ആദ്യം ഒന്നും ഇത് മനസ്സിലായിരുന്നില്ലായിരുന്നു. കപ്പലിന്നൊരു ആക്സിഡന്റ് പറ്റിയിട്ടാണ്, അതിന് ശേഷമാണ് കിട്ടിയത്. ബ്രെയിൻ സ്ക്രാച്ച് ഉണ്ടായിരുന്നു ആക്സിഡന്റ്. എങ്ങനെ, എന്ത് ആക്സിഡന്റ് പറ്റിയ? പിടിച്ചതാണ് വേറെ ഷിപ്പായിട്ട്. ഇടിച്ചു. അപ്പൊ ചേട്ടൻ അതിനുള്ളിലുണ്ടായിരുന്നു, പോയി മറിഞ്ഞു വീഴും അങ്ങനെ? ഞാൻ ടിവിയും കണ്ടിരിക്കുന്നു. ഞാൻ തലടിച്ചു വീണ് മറ്റേ ഇരുമ്പിന്റെ റെയില്. തലേന്ന് ഒരു തുള്ളി ചോര പോലും വന്നില്ല. ഇന്റേണൽ ഇഞ്ചുറി ആയിട്ട്. അന്നേരം അത് കാര്യമാക്കിയില്ല. അവിടുന്നാണ്ടാവേ പണി കിട്ടി തുടങ്ങിയത്. അവിടുന്നാണ് ജീവിതവും മാറി തുടങ്ങിയത്. അത്ര നാള് പോഷ് ലൈഫായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഭൂമി എന്താണെന്ന് അറിയാൻ പറ്റിയത്. ഭൂമി വിശപ്പ് എന്താണെന്ന് അറിയാൻ പറ്റിയത്. അതായത് ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ് ബ്രദർ. ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഞാൻ ആരുടെ ഇനി തല്ലുപിടിക്കാനോ ഒന്നിനുമില്ല ബ്രദർ. എനിക്കിനി കുറച്ച് ജീവിതമുള്ളൂ. ഞാനത് എവിടെയെങ്കിലും മൂലൊക്കെ സൈഡിലൊക്കെ ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ എന്ന്. എന്തിനും എന്നെ തന്നെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിങ്ങനെ വേദനിപ്പിക്കണത്? ഞാൻ പ്രതികരിക്കാത്തോണ്ടാണോ? ഞാനീ പ്രതികരിക്കണം നിങ്ങളോട്? പ്രതികരിച്ചാടാ നിന്റെ ഇവന്റെ ഒക്കെ തലയാൻ വെട്ടിയിടും ഞാൻ. എനിക്ക് അത്രക്കുള്ള ദേഷ്യമുണ്ട്. ഞങ്ങളോടോ? നിങ്ങളോടല്ലടാ. പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് മൂന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞേ, എനിക്ക് ആരുടെ ഒന്നും പ്രതികരിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് യുനോ I have enough pain in my life, Now I'm not looking for any. I'm not looking for any fame, brother. I'm just looking for my fucking peace only. For me, my peace is important, I'm not looking for any fame. I don't want fame, brother. I don't want fame. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. ഐ എം എ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ്, ഞാൻ തെരുവിൽ നിന്നൊന്നും ഒരു കലാകാരനാണ്. ഞാൻ മരിക്കണമല്ലോ എനിക്ക് അതായിട്ട് അറിയപ്പെടുകയാണ് എനിക്കിഷ്ടം. തെരുവിൽ നിന്നൊന്ന കലാകാരൻ, മനസ്സിലായില്ലേ? ചേട്ടനെ ഇപ്പോ ഇങ്ങനെ ആളുകൾ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ചേട്ടനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ? ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എത്ര പേരുണ്ടാവും? എനിക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോ ജിബി എന്ന് പറഞ്ഞൊരു ഇമാനുവൽ എന്നവന്റെ പേര്, ബീച്ച് റോഡിലുള്ളത്. അവനാണ് ഞങ്ങളുടെ ടീമിന്റെ, എന്റെ അനിയന്മാർ സെറ്റാണ് തന്നെ. പക്ഷെ ഞങ്ങളുടെ ടീം ലീഡറൊക്കെ അവനാണ്. പുള്ളിയായിട്ടാണ് ഏറ്റവും അടുപ്പം. അവനായിട്ടാണ് ഏറ്റവും അടുപ്പം. പിന്നെ കുറെ സഹോദരന്മാരുണ്ട് നമുക്ക് അവിടെ. പിന്നെ ഗിൽട്ടൻ, അങ്ങനെ കുറെ ഉണ്ട്. ചേട്ടൻ ലൈഫിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അഡ്വൈസ് ആരാണ് തന്നത്, എന്തായിരുന്നു? എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അഡ്വൈസ് ഒരു യോഗിയാ പറഞ്ഞോട്. ആരാ? ഒരു യോഗി. എവിടെ വെച്ച് പറഞ്ഞ? എവിടെ വെച്ച്, സ്ഥലം ഏത്, ടൈം എത്ര? നിങ്ങൾക്ക് പണ്ഡിതനാണോ? അല്ലല്ല. പിന്നെ ആരാ? ഞാനോ? അല്ല, എല്ലാം ചോദിച്ചത് എവിടെ വെച്ച് പറഞ്ഞു. എവിടെ വെച്ച് ആര് എന്തായിരുന്നു അഡ്വൈസ്? അഡ്വൈസ് ഇട്ടായിരുന്നു. ഡോണ്ട് ഫോളോ ഹ്യൂമൻസ്, ഫോളോ നേച്ചർ, ഫോളോ പച്ചമ്മ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടിപൊളി അഡ്വൈസ് അതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഫോളോ ചെയ്യുന്നത്? നോ, ഐ ഡോണ്ട് ഫോളോ എനിവൺ. ഐ ജസ്റ്റ് ഫോളോ മൈസെൽഫ്. ഇന്ത്യയിൽ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ എവിടെയൊക്കെ പോകണം? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. എവിടെയൊക്കെ പോകണം? ഞാൻ കുറച്ച് സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. എവിടെ? ഞാനൊരു 4-5
സ്റ്റേറ്റിലേ പോയിട്ടുള്ളൂ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? എന്തായിട്ട് മുംബൈ, ഗോവ, ആന്ധ്ര, കർണാടക. ഓ, എനിക്കൊരു സംഭവം ഉണ്ടായിരുന്ന ഈ സ്റ്റേറ്റ്സിന്റെ കാര്യം വന്നപ്പോ ഒരു 2 ദിവസം മുമ്പ് ഒരു അമേരിക്കൻ ഫാമിലി വന്നിട്ടുണ്ട് ഫോട്ടോ വെച്ചില്. They are born and brought up in America, but they are Mallus. 3 girls and 2 boys. When they saw me, they come to me and they tell, "Hey, brother, I had fan of you, brother." They have attitude like this. Then I think, oh, they are from states. Then I asked them, where are you guys from? And they told to me, that girl told to me, we are from states, brother. And I asked her, which place in states? We are from Chicago, brother. Then I told her, I'm also from states, ma'am. Last week I just traveled from the states. Then she asked me, where in state? I told to her, last week I traveled from Tamil Nadu state to Andhra state, back to Kerala state. അവർ തിരിഞ്ഞോളും നോക്കാണ്ട് പോയിക്കാതെ. ഞാൻ അപ്പൊ ചോദിച്ചു, എന്തായാലും നിങ്ങക്ക് മാത്രം സ്റ്റേറ്റ് ഉള്ള, നമുക്ക് ഇവിടെ 28 സ്റ്റേറ്റ് തലർന്ന് കിടക്കണം. 28 സ്റ്റേറ്റാണ് നമുക്ക് കിടക്കണം. അവർക്ക് ഈ 2-3 സ്റ്റേറ്റും വെച്ച് നമ്മളുടെ അടിക്കാൻ വന്നേക്കെ. ഇതുപോലെയാണ് എപ്പോഴും മറുപടി പറയുന്ന ആളുകളൊക്കെ സംസാരിക്കുമ്പോ. കാരണം അതിനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാവിയാണ് വിവേകാനന്ദനില്ലേ, ശ്രീ വിവേകാനന്ദൻ. ആ ഡാവിനാണ്. ഡാവ് പറഞ്ഞൊരു വാക്കുണ്ട്, കേരളം ഒരു പ്രാന്താലേ, എല്ലാ കേരളീയും പ്രാന്തന്മാരാണ്. സത്യോള്. എന്തുകൊണ്ടാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ? നിന്നൊക്കെ പോലത്തെ ജീവികളൊക്കെ ജീവിക്കൊണ്ടാണ് അറിയുക. ഞാനൊക്കെ എവിടെ ജീവിക്കണം. പിന്നെ പുള്ളി പറയില്ലേ, എല്ലാത്തിനും ഓരോ രീതിക്ക് പ്രാന്ത്. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള പ്രാന്താണെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാത്തിനും ഓരോ പ്രാന്തല്ലേ. എല്ലാ മനുഷ്യർക്കും ഓരോ പ്രാന്താണെങ്കിൽ പിന്നെ ഈ ഭൂമി നീങ്ങൂലല്ലോ. ഇപ്പൊ എല്ലാരും എന്റെ പോലെ ആണെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ പോലെ, നമ്മ എല്ലാം ബ്രദേഴ്സ് ഇങ്ങനെ സ്നേഹത്തിലൊക്കെ എല്ലാം പറന്ന് നിന്നേനെ ചെടി വലിച്ചിട്ട്. ഇപ്പൊ അവന്റെ പോലെ ആണെങ്കിൽ ഇപ്പൊ എല്ലാരും ചെവിയിൽ അതും വെച്ചിട്ട് നിന്നേനെ. ഇപ്പൊ നിന്റെ പോലെ ആണെങ്കിൽ ഇപ്പൊ എല്ലാരും നിന്റെ പോലെ കുളച്ചിട്ട് നിന്നേനെ. ഇപ്പൊ ഇവന്റെ പോലെ ആണെങ്കിൽ ഏതെങ്കിലും മൂലൊക്കെ നോക്കി നോക്കിക്കൊണ്ടിരുന്നേനെ. നാരിയൊക്കെ